അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നുണയനാണെന്നും യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും തങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി അദ്ദേഹത്തെ ഏൽപ്പിക്കുകയോ അമേരിക്കയുമായി ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യമായിരിക്കുന്ന ധാരണയോ ഉണ്ടാക്കിയിട്ടില്ലെന്ന് IRGC ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് പുറത്തു വന്നത്, യുദ്ധം അവസാനിക്കാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യം ഇറാനുണ്ട്, സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത് കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, ഹോർമുസ് പാത തുറന്നു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു, അതോടൊപ്പം തന്നെ സൗജന്യമായി അമേരിക്കയ്ക്ക് എണ്ണ നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഈ തരത്തിലുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഇറാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ലോകത്തോട് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ചില ധാരണയിൽ തങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വലിയ താല്പര്യമാണ്. യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇറാനുള്ളത് തങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ യുദ്ധം തീരാൻ പോവുകയാണ്. അടുത്ത ആഴ്ച പാകിസ്ഥാനിൽ ചേരുന്ന രണ്ടാം ഘട്ട വെടിനിർത്തലിനോടനുബന്ധിച്ച് തന്നെ യുദ്ധവിരാമം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു സൂചന നൽകിയിരിക്കുകയാണ്. എന്നാൽ ഇത്രയും ദിവസം ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നു, ഡൊണാൾഡ് ട്രംപ് നുണയനാണ്, തങ്ങൾക്കതറിയാം, അമേരിക്ക ഏറെക്കുറെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കള്ളത്തരം മാത്രമേ പറയാറുള്ളൂ, ഓരോരോ കാര്യത്തിനും പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളും അവരെ പോലെ ആവും, അതുകൊണ്ട് തങ്ങൾ പ്രതികരിക്കാറില്ല, തങ്ങളും ട്രംപും തമ്മിൽ ഒരു ധാരണയുമില്ല, യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അഥവാ തങ്ങളുടെ കൈവശത്തിലുണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉള്ളത് സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ടത് തങ്ങളുടെ രാജ്യത്തുള്ളതാണ്, അത് തങ്ങൾ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. ഹോർമുസ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അത് വിട്ടു നൽകാൻ ഞങ്ങൾ തയ്യാറുമല്ല. പിന്നെ എവിടെയാണ് ഈ വിഷയം തീർന്നു അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുന്നത്? പിന്നെ മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് സൗജന്യമായ രീതിയിൽ പെട്രോളിയം അമേരിക്കയ്ക്ക് നൽകും എന്നുള്ളതാണ്. തങ്ങളുടെ രാജ്യത്തിന് സൗജന്യമായിട്ട് പെട്രോളിയം നൽകുന്നില്ല. തങ്ങളുടെ രാജ്യത്തുള്ള ഈ പെട്രോളിയം നിർമ്മിക്കാൻ തന്നെ ഒരുപാട് ചെലവുകളുണ്ട്. അത് എടുത്ത് മറ്റുള്ള രാജ്യത്തിൻ്റെ വിൽപ്പന നടത്തുന്ന രീതിയാണ് പിന്തുടരാറുള്ളത്. അതെല്ലാ രാജ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. തങ്ങൾ എന്തിന് അമേരിക്കയ്ക്ക് സൗജന്യമായിട്ട് നൽകണം? അങ്ങനത്തെ എന്ത് ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്? നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിട്ട് ഏകദേശം 40-40 വർഷമായി. പിന്നീട് സാമ്പത്തിക ഉപരോധമാണ്. തങ്ങളെ എത്രത്തോളം ഞെരുക്കാൻ കഴിയുമോ, എത്രത്തോളം പീഡിപ്പിക്കാൻ കഴിയുമോ, സാമ്പത്തിക പ്രയാസത്താൽ എത്രത്തോളം ബുദ്ധിമുട്ടാക്കാൻ സാധിക്കുമോ അതെല്ലാം അമേരിക്ക എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര വിഷയപ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോലും അമേരിക്കയാണ് ഇറാനെതിരെ ഏറ്റവും ശക്തമായിരിക്കും നിലപാടെടുത്തത് എന്നുള്ളത് തങ്ങളെപ്പോലെ തന്നെ ലോകത്തിനും അറിയാവുന്നതാണ്. അവരുമായിട്ട് എന്ത് ഡീലിങ്ങും കാര്യങ്ങളൊന്നുമില്ല, യുദ്ധം തുടരും. കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ കൈവശത്തിൽ സൈനികമായിരിക്കുന്ന ബലവും ശക്തിയുമുണ്ട്, അത് യുദ്ധം ചെയ്യാനുള്ള സൈനികരുണ്ട്, സംവിധാനങ്ങളുണ്ട്, തങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന മറ്റ് ലോകരാജ്യങ്ങളുമുണ്ട്. പിന്നെ എന്തിനാണ് അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് പ്രസക്തമായ രീതിയിൽ തന്നെ ഇപ്പോൾ ഇറാൻ ചോദിച്ചിരിക്കുന്നത്. ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരുന്നു ഒന്നാം ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടൊരു പ്രധാനമായിരിക്കുന്ന വിഷയം. ലെബനാൻ ഈ വിഷയത്തിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതും ലെബനാൻ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അതിൽ അമേരിക്ക ഇടപെട്ടുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ഇസ്രായേലിന് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുകൂടിയായിരുന്നു പറഞ്ഞത്. എന്നാൽ അന്ന് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം ലെബനാൻ എന്ന് പറയുന്നത് കരാർ വ്യവസ്ഥയിൽ പെട്ടതല്ല, അത് പുറത്തുള്ള രാജ്യമാണ്, ആ വിഷയം ഇതിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന്. അപ്പോൾ 3 കാര്യത്തിൽ ഊന്നിരിക്കുന്ന ചർച്ചയും അവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 1 ലെബനാനുമായിട്ട് ബന്ധപ്പെട്ടത്, 2 ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ടത്, 3ാമത്തെ സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ടത്. ഈ കാര്യത്തിലൊക്കെ തങ്ങൾ കൃത്യമായിരിക്കുന്ന നിലപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ മാത്രമേ തുടർന്നുള്ള ചർച്ച ഉണ്ടാവൂ എന്നുള്ള കാര്യം ഇറാൻ അവിടെ പറയുകയും ചെയ്തു. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മെയ് മാസത്തിൽ അവസാനത്തോട് കൂടിയിട്ടാണ് ചൈനയുടെ പ്രസിഡന്റ് ഷിൻപിങ്ങിനുമായിട്ട് ഒരു ചർച്ച നടത്തുന്ന അമേരിക്കയുടെ പ്രസിഡന്റ്. ആ ഒരു ഘട്ടത്തിൽ യുദ്ധം തുടരുകയാണെങ്കിൽ ഈ ചർച്ച വൈവ് തെറ്റി പോകാൻ സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ അത് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുക എന്നുള്ളത് ഇറാനല്ല ആവശ്യം, അമേരിക്കക്കാണ് ആവശ്യം. ഇന്നത്തെ ദിവസം 2-ലധികം കപ്പലുകൾ ഈ ഹോർമുസ് കടൽ കടന്നുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നു. ഈ 4-4-ലധികമോ കപ്പലുകളെ അമേരിക്കയുടെ സൈന്യം വളഞ്ഞു വെച്ചിരുന്നു, പക്ഷേ പിന്നീട് അത് വിട്ടയക്കപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ അമേരിക്ക അത് സ്ഥിരീകരിച്ചിട്ടില്ല. അമേരിക്ക പറഞ്ഞു തങ്ങൾ 12 കപ്പലോളം വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചുവിടുകയാണ് ചെയ്തത്. അവർക്ക് ഈ മേഖല കടന്നുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതിന് സ്ഥിരീകരണ കാര്യങ്ങളൊന്നും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഏതായിരുന്നാലും അവിടുത്തെ തങ്ങളുടെ കപ്പൽ ആക്രമിച്ചാൽ കടലിൽ അമേരിക്കയുടെ കപ്പൽ മുക്കും എന്നുള്ള ഇറാൻ്റെ ആവർത്തനം ഇന്നത്തെ ദിവസം അതുണ്ടായിട്ടുണ്ട്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് അമേരിക്കയുടെ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി
ജനകീയപരമായിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ നടക്കുന്നു, പാർലമെൻറ്റിലെ വിഷയങ്ങളുണ്ടാകുന്നു, പ്രതിപക്ഷവും ഭരണപക്ഷത്തിൽപ്പെട്ട ഒരു വിഷയങ്ങളുണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ 650 കോടി ഡോളറിൻ്റെ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകാനുള്ള കരാർ വ്യവസ്ഥ റദ്ദ് ചെയ്യണം എന്നുള്ള ഒരു നിലപാടുമായിട്ട് അമേരിക്കൻ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ മുന്നോട്ട് വന്നിരിക്കുന്നു. അത് വലിയ രീതിയിൽ വിഷയം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്തിന് നേരെ വരാത്ത മറ്റൊരു രാജ്യത്തിന് നേരെ നമ്മൾ ആക്രമണം നടത്തേണ്ട കാര്യമില്ല. ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ സമ്പത്ത് വിട്ടുകൊടുക്കുന്ന പ്രവർത്തനങ്ങളും രീതികളും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അവരുടേതായിരിക്കുന്ന സ്വന്തമായിരിക്കുന്ന രീതിയിലൂടെ നീങ്ങട്ടെ. നമ്മൾക്ക് നമ്മുടേതായിരിക്കുന്ന നയങ്ങളും നിലപാടുകളുണ്ട്. എന്തിന് കൂട്ടക്കുരുതി നടത്തപ്പെടുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സൈനികപരമായും സാമ്പത്തികപരമായും സഹായിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയെ പോലെയുള്ള വിശാലമായിരിക്കുന്ന ഒരു രാജ്യം മുന്നോട്ട് വരുന്നത്, അതിനെ കാര്യങ്ങൾ ബോധിപ്പിക്കണമെന്നാണ് ട്രംപിനോട് പറഞ്ഞത്. ട്രംപ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടൊന്നും ഇല്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഏതായിരുന്നാലും നിലവിൽ ഇറാനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കാൻ വേണ്ടി ഈ പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കിയാണ് ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മധ്യസ്ഥ വഹിക്കുന്നത്. അറേബ്യൻ രാജ്യങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ട്രംപ് താല്പര്യം കാണിച്ചു എന്ന റിപ്പോർട്ട് വരുന്നു. പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ പേര് അതിൽ കാണുന്നുണ്ട്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനുമായിട്ട് ബന്ധമാണ്, ഇറാനുമായിട്ട് ബന്ധമാണ്. ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സൗദി അറേബ്യക്ക് നേരെ പലതരത്തിലുള്ള അക്രമ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവർ തമ്മിലുള്ള സൗഹൃദ ബന്ധം നിലനിൽക്കുന്നു. അത് ഒരുപാട് വർഷങ്ങൾ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ വലിയ സംഘർഷവും വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2023 ലാസ്റ്റ് അവസാനത്തോടു കൂടിയാണ് ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഒന്നിച്ചത്. പിന്നീട് വലിയ സൗഹൃദ ബന്ധങ്ങളായിരുന്നു. ഇറാൻ്റെ പ്രസിഡന്റ് അതിന് ശേഷമാണ് 3 പ്രാവശ്യമെങ്കിലും ഇബ്രാഹിം റൈസി പ്രസിഡന്റായിരുന്ന സമയത്ത് അദ്ദേഹം സൗദി അറേബ്യ സന്ദർശിച്ചു. സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിച്ചു. അങ്ങനെ വലിയ സൗഹൃദ ബന്ധങ്ങളുണ്ടായി. ആയുധ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കാനൊക്കെ തീരുമാനിച്ചിരുന്നു ആ സമയത്ത്. പിന്നീടാണ് പൊടുന്നനെ ഈ ഗസയും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നത്. അത് ഉണ്ടായതോട് കൂടിയിട്ടാണ് പിന്നീട് രാഷ്ട്രീയമായിരിക്കുന്ന സാഹചര്യങ്ങൾക്കും അവസ്ഥകൾക്കും വലിയ മാറ്റമുണ്ടായത്. അപ്പോൾ പിന്നെ ബന്ധങ്ങൾ തുടരാൻ വേണ്ടി സാധിക്കാതെ വിഷയം വന്നു. പിന്നീട് ഇസ്രായേലും അമേരിക്കയും ഇറാനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നത്തോടനുബന്ധിച്ച് മേഖലാ യുദ്ധമാക്കി മാറ്റുമെന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ തുടർച്ചയായ രീതിയിൽ ഇറാൻ അറേബ്യൻ രാജ്യങ്ങളെ ആക്രമിച്ചു. പിന്നീട് ഒരു ബന്ധത്തിനൊരു അകൽച്ചയുണ്ട്. കാര്യം എന്ന് പറയുന്നത്, മർമ്മപ്രധാനമായിരിക്കുന്ന അമേരിക്കയുടെ ബേസ്, അമേരിക്കയ്ക്ക് വേണ്ടി സൗദി അറേബ്യ നൽകിയിരിക്കുന്ന റെന്റ് ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയും വിമാനം പോലും കത്തിക്കുകയും ചെയ്തു. 4 വിമാനമെങ്കിലും സൗദി അറേബ്യയിൽ വെച്ചിട്ട് ഇറാൻ്റെ ആക്രമണത്താൽ തകർന്നിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നീട് വലിയ രീതിയിലുള്ള സൈനിക നഷ്ടങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ യുദ്ധം അവസാനിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ്, അറേബ്യൻ രാജ്യങ്ങളുടെ ആവശ്യമാണ്, ലോകത്തിൻ്റെ ആവശ്യമാണ്. ആവശ്യമില്ലാത്ത ഇറാൻ്റെ മാത്രമാണ്. ഇറാൻ ഇപ്പോഴും പറഞ്ഞ് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്, യുദ്ധമാണ് ഉചിതമായിരിക്കുന്ന പോംവഴി. അങ്ങനെ ആ സമയത്ത് മാത്രമേ ഈ ഒതുക്കേണ്ടവരെ ഒതുക്കാൻ വേണ്ടി സാധിക്കൂ. അതല്ലാത്ത രീതിയിൽ ലോകം മുഴുവനും കീഴടക്കി അവരുടെ ആധിപത്യത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവനും. അവർ സൃഷ്ടിച്ച പോലെ പോലും ഒരുപക്ഷെ അവർ സംസാരിക്കും. അത് അമേരിക്കക്ക് അടി കൊള്ളേണ്ട സ്ഥലത്ത് കൊണ്ടു കഴിഞ്ഞാൽ അവരങ്ങനെ ഒതുങ്ങിപ്പോകും. അതല്ലാത്തടത്തോളം അവരെ ഒതുക്കാൻ വേണ്ടി സാധിക്കില്ല. ഇസ്രായേലിനും അങ്ങനെ തന്നെയാണ്. ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുള്ള അത് സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ പിന്തുടർച്ച ചെയ്യുന്ന ഒരു രാജ്യമല്ല ഇസ്രായേലും അമേരിക്കയും. മാത്രമല്ല, വാക്കുകൾ തെറ്റിക്കും, കള്ളത്തരം പറയും, പൊള്ളത്തരം പറയും, ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആക്രമിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട് ഭരണ സംവിധാനം അട്ടിമറിക്കുകയോ മറ്റെന്തോ, ആ ഒരു രാജ്യത്തിനകത്ത് ഏതൊക്കെ തരത്തിൽ അവർക്ക് കീഴടങ്ങാത്തൊരു രാജ്യമാണെങ്കിൽ, അവരുടെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കാത്ത ഒരു രാജ്യമാണെങ്കിൽ എത്രത്തോളം നാശങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുമോ അത്രയും വിഷയങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അമേരിക്ക ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടാക്കാറുണ്ട്. അതവരുടെ പ്രവൃത്തിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളെടുത്ത് 30 വർഷങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 10-ലധികം രാജ്യങ്ങളെ ഈ തരുതത്തിൽ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഭരണമാറ്റത്തിലൂടെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ഭരണ സംവിധാനത്തെ അധികാരത്തിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തുടർച്ചയാണ് ഇറാനിൽ നടത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയതാണ് പരാജയപ്പെട്ടത് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ്. ഹോർമുസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു നിലപാട് അമേരിക്ക പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അമേരിക്കയ്ക്ക് ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ അധികാരമില്ല. അത് പറയേണ്ടത് ഇറാനാണ്. ഇറാനിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാണ്. കുറഞ്ഞൊരു ഭാഗം മാത്രമാണ് ഇവിടെ അതിൽ ഒമാൻ വരുന്നത്. ഒമാനുമായിട്ട് ബന്ധപ്പെട്ട അതിർത്തി പങ്കിടുന്ന ഒരു ഭാഗം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട
ചെങ്കടൽ. അപ്പോൾ ചെങ്കടലിൽ കടന്നുകൊണ്ട് ഈ ചെങ്കടൽ ഓർമസ് കടൽ, ഇപ്പോൾ ഓർമസ് കടൽ കടന്നുകൊണ്ട് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, തങ്ങൾ ചെങ്കടലും ബാബുൽ മന്ദബ് എന്ന് പറയുന്ന ചെങ്കടലിൻ്റെ അതിർത്തി പങ്കിടുന്ന ഏറ്റവും അവസാനത്തെ ഭാഗം അവിടെയും അടക്കുന്നതാണ്. ഈ രണ്ട് മേഖലയും, ഈ രണ്ട് മേഖല പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം യമനിലെ ഹൂത്തികളുടെ കൈവശത്താണ്, അവരുടെ നിയന്ത്രണത്തിലാണ്. ഷിയ മിലീഷ വിഭാഗമാണ് യമനിലെ ഹൂത്തികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇറാന് വേണ്ടിയിട്ട് ഏത് പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടും അവർ തയ്യാറാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ബാബുൽ മന്ദബും കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടേക്ക് അറബിക്കടലിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുക. അങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓർമസിനെ പോലെ പ്രധാനപ്പെട്ടതാണ് ചെങ്കടലിൻ്റെ അതിർത്തി പങ്കിടുന്ന ബാബുൽ മന്ദബ്. ചെറിയൊരു ഭാഗം മാത്രമാണ്, ഏറെക്കുറെ ഓർമസിനെ പോലെ തന്നെയാണ്. ഈ ഭാഗത്തിൻ്റെ നിയന്ത്രണം കൂടി അവരുടെ കൈവശത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തികപരമായിരിക്കുന്ന വിഷയം വല്ലാത്ത സങ്കീർണതയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇറാൻ്റെ മാനസികപരമായിരിക്കുന്ന മാറ്റത്തിനനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഇവിടെ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ അമേരിക്ക എന്തെങ്കിലും പിച്ചും പേയും പറയുന്ന പോലെ ഒരു പ്രാവശ്യം പറയുന്നത് പിറ്റേ ദിവസം പറയില്ല, അത് ആവർത്തിച്ച് പറയും, അല്ലെങ്കിൽ അത് പറയാതിരിക്കും, അത് പറഞ്ഞത് നിഷേധിക്കും. അങ്ങനത്തെ പല രീതിയിലുള്ള സ്വഭാവങ്ങളുമാണ് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്നത്. ആ സ്വീകാര്യത അങ്ങനെ തന്നെ ഒന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്ല ഇറാൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അത് പറയാൻ ഇവിടെ ഭരണകൂടം സംവിധാന കാര്യങ്ങളുണ്ട്. ഞങ്ങൾ പറയും, നിങ്ങളത് കേൾക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തങ്ങൾ ആലോചിച്ചിട്ടില്ല. അത് ആലോചിക്കാനുള്ള അവസരങ്ങൾ ഇനി നോക്കട്ടെ, അതിൻ്റെ സമീപന രീതികൾക്കനുസരിച്ചാണ് ഉണ്ടാവുക. ഇപ്പോൾ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഏതാനും ദിവസം കഴിയുന്നതോടുകൂടി 14 ദിവസത്തെ വെടിനിർത്തൽ അവസാനിക്കും. അത് അവസാനിച്ചാൽ 2 ആഴ്ചക്ക് കൂടി വെടിനിർത്തൽ തുടരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു, വീണ്ടും പുതുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അന്നത്തോട് കൂടിയിട്ട് യുദ്ധവിരാമം ഉണ്ടാവും എന്ന് പറയുന്നു. ഇപ്പോൾ പറയുന്നു അങ്ങനെ വെടിനിർത്തൽ നീട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു, യുദ്ധവിരാമമാണ് എന്ന് പറയുന്നു. പിന്നെ കുറച്ച് കഴിയുന്ന സമയത്ത് അത് മാറ്റി പറയുന്നു, ഈ വെടിനിർത്തലാണ്, യുദ്ധവിരാമമല്ല, അങ്ങനെയും പറയുന്നു. അപ്പോൾ ഒരു കൃത്യമായിരിക്കുന്ന ഒരു നിലപാടില്ലാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ പിറകെ അങ്ങനെ തന്നെ ചൂട്ടും പിടിച്ച് നടക്കാനൊന്നും സാധിക്കുകയില്ല. ഇറാൻ്റേതായിരിക്കുന്ന നിലപാടുണ്ട്. തങ്ങളുടെ സമ്പുഷ്ട യുറേനിയം കൈമാറുമെന്നോ അല്ലെങ്കിൽ ഹോർമസ് കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഈ തങ്ങളുടെ ഇഷ്ടമല്ലാത്ത രീതി, അതായത് അമേരിക്കയുടെ നിലപാടിനനുസരിച്ച് നീങ്ങുമെന്നോ തങ്ങൾ പറഞ്ഞിട്ടില്ല, തങ്ങൾ പറയുകയില്ല. തങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിലപാട് സ്വീകരിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഈ യുദ്ധം വിരാമം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് IRGCയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിൻ്റെ സൈനിക മേധാവിയും അതോടൊപ്പം തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്.